ഫ്രണ്ട്സ് അത് നമ്മളെ വീഡിയോ പുറത്തോട്ട് ഇറങ്ങുന്നതാണ് പേടി വരുന്നത്. വലിയ പേടിയാണ്. ഇവിടെ നമുക്ക് മറ്റേൻ്റെ കുഞ്ഞിനെ കിട്ടും. അവിടെ കുഞ്ഞിനെ കളിക്കാൻ ചേർത്തണം. അല്ല ഉണ്ടോന്ന് അവിടെ? അയ്യോ അവിടെ ആരും ഇരിക്കുന്നു. അതിൻ്റെ കുണ്ടിക്കാൻ പോയിട്ട് പോയി. അപ്പളേ കുണ്ടിക്കാൻ പോയിട്ട്. അയ്യോ എൻ്റെ കുഞ്ച് അവിടെ ആരോ ഇരിക്കുന്നുണ്ട്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഓരോത്തിനെ വിളിച്ച് കയറ്റിട്ട്. എനിക്കും അമ്മ ഉണ്ട് കേട്ടോ. കുണ്ടാ ഒരു ധൈര്യമുണ്ടെങ്കിൽ വാടാ. ഇത് കിട്ടി. ഇത് കൂട്ടാ. ഹാമറിട്ട എന്നെ പേടിപ്പിക്കും. തിരിച്ച് വീട്ടിൽ പോവാം. കാരണം മൊത്തത്തിൽ പറഞ്ഞു മൊത്തത്തിൽ പ്രശ്നമാണ്. എനിക്ക് അവിടെ അവൻ്റെ കുഞ്ഞിനെ കിട്ടി കേട്ടോ. എന്താ ചെയ്യാൻ? നമുക്ക് അവൻ്റെ കുഞ്ഞിനെ എനിക്ക് അവിടെ കിട്ടി. ഞാൻ അവൾക്ക് കുഞ്ഞിനെ എടുക്കട്ടെ. അയ്യോ നമ്മൾ അത്ര നേരം എന്തോ അല്ലല്ലേ മുമ്പ് വീഡിയോ നമ്മൾ ഇറക്കുന്നതിരെ കയറിയില്ലല്ലോ. ഞാൻ നെതിരെ വന്ന വീഡിയോയിലെടുത്തേ. അങ്ങനെയല്ലേ എടുത്ത് നെതിരെ കയറിയ വീഡിയോ. നെതിരെ കയറിയ വീഡിയോ ഞാൻ കാണിച്ചില്ല. വലിയ ഓടിക്കോ റൺ ഡാലാ വില്ലേജർ ആറായി. വില്ലേജർ അറിയുന്നു. പുറയിലുണ്ട്. മറ്റേ സോമ്പി ഇവിടെ നീയൊക്കെ പിറക്കത്ത് കയറോ? നിന്നെയൊക്കെ പൂച്ചൂടി. ഉള്ള പരിപാടി എല്ലാം ബാക്കി പരിപാടി ഉണ്ട്. കുറേ പരിപാടി ഇവിടുത്തെ ഉള്ള എല്ലാത്തിനും അറിയാനുള്ള പരിപാടി. കത്തിപ്പിച്ച് തന്നെ എനിക്ക് കത്തിപ്പിക്കാൻ നല്ല മടിയല്ലേ. അവൻ്റെ ഭക്ഷണം അങ്ങനെ കഴിയും. ഇതിട്ടിട്ട് പറയാൻ മുറ്റത്തിറങ്ങിയല്ലോ. പിന്നെ ഒന്നും ചെയ്തില്ല. വെയിലെന്നെ ഒന്നും ചെയ്തില്ലെന്ന് പറ. നെതിർകോലിൽ ഇളക്കാൻ പോയി എന്നെ അവിടെ വെച്ച് കുഞ്ഞു. എന്തോ ഈ നടക്കുക വാഴ. അത് പറഞ്ഞ പോലെ ഞാൻ മഞ്ഞ ഇവിടെ കൊണ്ടുവരും. ഇതിനെ സാഡിലിട്ട് എൻ്റെ കൂട്ടുകാരനാക്കാം. സാഡിൽ എത്ര രൂപ കിട്ടുമായിരിക്കും? സോംബിയെ കൊന്നു തീരുന്നത് എൻ്റെ സാഡിലുണ്ട്.
ഡേഞ്ചർ അതെല്ലാം കിട്ടും. അത് നമ്മുടെ കയ്യിലുണ്ട്. ദേഹത്തിരുന്ന സാഡിൽ മാത്രമേ ഇല്ല. സാഡിൽ എങ്ങനെ ഉണ്ടാകുന്നു? സാഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടെങ്കിലും പോകണം. ഞാനേ വേറെ വല്ല നോക്കട്ടെ. നമ്മൾ മുമ്പ് എന്തോ ഞാൻ അവിടെ കയറി നമ്മൾ എന്തോ കാര്യം ക്ലിക്ക് ചെയ്തത്. ഇതിനകത്തൊരു കാര്യം മുമ്പൊരു പേര് വന്നായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചില്ലേ നിങ്ങളായിട്ട്? എനിക്ക് എന്തോന്ന് അറിയത്തില്ല, ഇതിനകത്തൊരു പേര് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് പല വീട് വെക്കണം അല്ലേ? അവിടെ കുറേ പരിപാടി ഉണ്ടാവും. ചെറിയ കുതിരയ്ക്ക് സാഡിൽ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. ഈ വീട് മാത്രമൊന്നും ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനകത്തെന്തോ തോണ്ടറ പടി 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 കയറ് കയറ്. നമുക്കിതെടുത്തിട്ട് ഇവിടെ വെക്കാം. കാരണം എന്തോ ഇനി വില്ലേജിനകത്ത് ഇരിക്കുന്നൊന്നുമില്ലല്ലോ, നമുക്ക് പോലും ഇരിക്കാം കുതിര. ഞാൻ ഇരിക്കുന്ന പോലും പറയത്തില്ല. എനിക്കിത് വേണം. ഇതെന്തോ ഇതിന് പെട്ടിയില്ലേ? വാട്ട് ഈസ് ദിസ് ഗൈസ്? ഇതെന്തോന്നോ ഗൈസ്? എൻ്റെ ഒന്നോ സാഡില് ഡയമണ്ട് കോഴിതിരിക്കിടുന്ന എല്ലാം ഉണ്ടോ? ഡയമണ്ട് ബ്ലോക്ക് എൻ്റെ പൊന്നെ ഏറെ മോനെ. ഇത് നോക്കട്ടെ സാധനം. എൻ്റെ മോനെ ഇത് നോക്കുപോലെ വന്നോ. ഇവൻ കള്ളനാണ്. ഈ വീട്ടിലെ ആൾക്കാർ ചെയ്തവൻ അവനെ ഞാൻ വെട്ടും. നീ ആടാ അവിടെ അപ്പുറത്തെ വീട്ടിലെ ആള്. ഏറ്റവും പൊന്നെ എൻ്റെ സത്യം പറഞ്ഞ ഞാനാണ് എടുത്ത് കയറി വെച്ചിട്ട് പോലും ഇല്ല. ഇങ്ങനെ വരുമോ മൈൻക്രാഫ്റ്റിനകത്ത്? പറയണ്ടയോ? പേടിച്ചു പോകും. പക്ഷേ അയ്യോ സാഡിൽ കിട്ടി ഗൈസ്. കുതിരയിട്ട് കിഴിതിടുന്ന സാഡിലൊക്കെ കിട്ടി. എൻ്റെ മോനെ ഇതൊക്കെ എന്തോ ജാല. ഈ സാഡിൽ കിട്ടി. എൻ്റെ പൊന്നെ ഇത്ര ദിവസത്തിൻ്റെ സാഡിൽ. സത്യം പറഞ്ഞ ഗൈസ് നിങ്ങൾക്കൊക്കെ അറിയാവോ ഗൈസ് ഈ ഡയമണ്ട് എന്തിനാണ് ഈ സാഡിൽ കയറ്റി വെക്കുന്നത്? നിങ്ങൾക്കറിയാവോ? ഈ വില്ലേജിനെ പറ്റി വല്ലതും അറിവല്ല ഉള്ളവരാണെങ്കിൽ എന്നോട് പറയണത് കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇടണേ. വില്ലേജ് ഇങ്ങനെയൊക്കെ ഇടുമെന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതോ അവിടെ ഒരു പെട്ടിയിരിക്കുന്നെന്ന് പറഞ്ഞ നല്ല കുതിരയെ നോക്കി എടുക്കണം. ഇവനെ ഇഷ്ടമല്ല. നമുക്ക് ഓരോ സ്ഥലത്ത് പോയി നോക്കാം. കുതിര നല്ല എന്തോ എന്നാലും വിശ്വസിക്കണം കേട്ടോ. ഇതുപോലൊരു ഐഡിയ വരുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചു. അവിടാണ്ട് നിങ്ങളൊരു കാര്യം സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. വില്ലേജ് ചതിയും കൊണ്ടുണ്ടാക്കി വില്ലേജ്. ഇതാരായി കറക്റ്റ് വില്ലേജറിനെ കണ്ടുപിടിച്ച്? എനിക്ക് ഈ കുതിര ശരിക്കും ഇഷ്ടപ്പെട്ടു. അവിടെ പോകുന്നു. എങ്ങനെ കയറുന്നു ഇവന്മാരി? ഈ വില്ലേജ് ഇതിനകത്ത് കയറും. ഞാൻ ആദ്യം ഈ കുതിരയെ ഇഷ്ടപ്പെട്ടു.
നല്ല സ്പീഡുണ്ട് കേട്ടോ. സ്പീഡുണ്ട് ഗൈസ്. നമുക്ക് കുതിരയും കിട്ടി കേട്ടോ. ഭാഗ്യമുണ്ട് കേട്ടോ. എനിക്ക് ഭാഗ്യമുണ്ട്. കാടിന് കിട്ടി. കാടിന് അപ്പി പോയി. എൻ്റെ കുതിര സമ്മതിയാണ്. മോനെ ഇവിടുന്ന് പോവില്ല കേട്ടോ ചേട്ടനില്ലാതെ. ഗുഡ് നൈറ്റ് ചേട്ടൻ. പുതിയ വീടൊക്കെ വെക്കട്ടെ. നമ്മളിനി ഇപ്പോഴൊന്നും കുതിരയും കൊണ്ട് നെതറി പോയാലോ ഗൈസ്. ബൈ ബൈ. അമ്മാരുടെ മുമ്പിൽ കൂടെ ഡാൻസ് കളിക്കും. അത് വീട്ടിൽ ചെന്ന് ഡയമണ്ടൊക്കെ ഉണ്ടാകുന്ന സെറ്റ് ചെയ്യട്ടെ. ഞാൻ കോടീശ്വരനായില്ലേ, കോടീശ്വരൻ. അത് പറഞ്ഞ പറ താഴെ കണ്ട് ഡയമണ്ട് ഇനിയും കിടക്കുമ്പോൾ മൈനിങ് ചെയ്യാൻ. ഞാൻ ആര് റിച്ച്. എൻ്റെ പൊന്ന് ഡയമണ്ട് എത്ര കിട്ടും നമുക്ക് നോക്കാമേ. റിച്ചായി ഞങ്ങൾ. ഇത് ആര് ഇത് കൊള്ളാൻ കേട്ടോ എവിടെ. എൻ്റെ പൊന്ന് തന്നെ ഇത്രയും ഡയമണ്ട് വെച്ച് ആമറിൻ്റെ കൂതാരത്തിൻ്റെ പുല്ല് തോണിയ. വാ 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 പാട്ടക്കമാൽ. ഇങ്ങനൊരു കോടീശ്വരനാണെങ്കിൽ നിങ്ങളത് എൻ്റെ പൊന്ന് ഏത് വില്ലേജ് ആണോ ഇതാ ആരാ ഈ ക്യാരക്ടർ ആരാ? കാരണം ഈ വില്ലേജറിനെ കണ്ടുപിടിച്ചവരിനെ നന്ദി. കാരണം ഇത്രയും നല്ല സംഭവം പറഞ്ഞിട്ട് ഇത്രയും നല്ല വില്ലേജുകൾ. നമുക്ക് വീട് പണിയാം. ഡയമണ്ട് വാൾ ചെയ്യട്ടെ. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ. കാരണം ഇത്രയും നല്ല സെറ്റപ്പിൽ ഒരുത്തന് ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ കാണാം. അത് എന്ത് ലുക്കാട്ടാ. എതറി പോണല്ലോ. ഒരു പരിപാടിയുണ്ട്. ശീലുണ്ട്. കുറെ മണ്ടത്തരം ഇത് ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ വില്ലേജ്. നമ്മുടെ ചെറുക്കന് വേണ്ടി ഞാൻ ഈ ചെറുക്കനെ എടുക്കാൻ പോവുക. സബ്സ്ക്രൈബ് ഷെയർ. ഇതും വേണം. പണി എന്ന് പറഞ്ഞ ഞാൻ പണി ആവശ്യമില്ലാത്ത ഒരു പരിപാടി എന്താ
ഞാൻ മൊത്തം കഴിച്ചു, എനിക്ക് വേണ്ട, നീ കഴി. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ മാമൻ വരുവാണെങ്കിൽ വരാൻ പറ. ഇല്ലല്ലേ മാറിപ്പോ. ഈ തന്ത്രി പോയി പരിപാടിയുണ്ടോ, കുറേ പരിപാടി ഉണ്ടോ സമയത്ത് നിന്നോട് കാര്യം മുന്നോട്ടിരിക്കാൻ വേണം. കുറേ ലവ് എൻ്റെ അടുത്ത് കൊണ്ട് വന്നിട്ട് കാര്യമില്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇറക്കാനാണ് കോഴിയുടെ താന്ത്രികം അപ്പോൾ പരിപാടി വേറെ കാര്യമുണ്ട്. കാരണം ഞങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരാണെങ്കിൽ കൂടുതൽ നേരം വീഡിയോ കാണാനൊക്കെ ഉണ്ട്. അയ്യോ, അങ്ങനെ അവൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടി. കേട്ടോ അങ്ങനെ ഞങ്ങൾ കല്ല് എടുത്തുകൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ വില്ലേജിൽ എത്തുന്ന വെള്ളം പൊട്ട പെട്ടെന്ന് പോയി സാധനമൊക്കെ കളിച്ചിട്ട് മറ്റേ കൊച്ചിനെ റെഡിയായി വരുവാണെങ്കിൽ വാ 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 ഒന്ന് പെട്ടെന്ന് വാ ലോഡിങ് ആവ്. എൻ്റെ പൊന്നെ, ഈ കുഞ്ഞ് എന്ത് കഷ്ടപ്പെട്ട് ദൂരെ നിന്ന് വന്നിരിക്കുമെന്നറിയോ? കുതിരയൊക്കെ എടുത്തോണ്ട് വാ, ദൂരെ യാത്രയ്ക്ക് പോയിട്ട് വരണം. കുറച്ച് മഞ്ഞും ഐറ്റങ്ങളൊക്കെ എടുക്കാൻ പാ. ചരിത്രപാതമോ തടകുന്നു നോക്ക്. പെട്ടെന്ന് ഒന്ന് സ്റ്റാർട്ട് ടേബിൾ വന്നട്ടെ. എനിക്ക് സന്തോഷം കൂടെ തുള്ളാൻ വയ്യ. എനിക്കൊരു
നെതറിന്ന് ഞാൻ ആദ്യമായിട്ടൊരു കുഞ്ഞിനെ എടുക്കുന്നു. കുതിര 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 മോനെ കുതിരേ മച്ച കുതിരേ വാ വാ ചേട്ടൻ വിളിക്കുന്നത് ഏത് വന്നില്ലെങ്കിൽ മച്ചാനെ അടിക്കുന്നേ. നീക്കി പണ്ടാരോടങ്ങ ഈ കേട്ട് നമുക്ക് കേറാം മോനെ. നീ കേറും മോനെ, ഞാനാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ കേറുന്നു. കുഴപ്പമില്ലല്ലോ. അയ്യോ പകുതി ചാർജ് പോലും അതിൻ്റെ തീർന്നു. എന്താ സ്പീഡാണ് അതിൻ്റെ, എനിക്കിതിൻ്റെ സ്പീഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തോരം ജന്മം നൽകുവാണല്ലോ തന്നെ. സത്യം പറ മഞ്ഞ് എന്ത് ചെയ്ത് മഞ്ഞ് മഞ്ഞ് ഒന്നില്ല എല്ലാം ഇളക്കുവോ. വണ്ടി വിട് ഒന്നില്ല രാത്രി ഇരുട്ടാകുമ്പോൾ നമ്മളെടുത്തു മോനെ ഒന്നുകൊണ്ട് വിഷമിക്കുന്നു. കുതിരയും കൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ കാണുന്നതായിരിക്കും. അല്ലേ മറ്റേനെ വെള്ളത്തിലിട്ടിട്ട് ഉള്ള വീഡിയോ എടുത്ത് അമ്മ പിന്നെ എൻ്റെ മോനെ ജാ കുതിര മോനെ പെട്ടെന്ന് അയമ്പിക്കാതെ കല്ലുള്ളത് അതിപ്പുറത്താ. എന്നെ എൻ്റെ കുതിരയും തടയാൻ പറ്റിയ ഏതൊരുത്തനാണെങ്കിലും ഇനി ഒരു ജന്മത്തിലും ജനിക്കത്തില്ല. ആരാ മോനോട് എവിടെ നിൽക്കുന്നേ? തൂക്കിയെടുക്കാം, ഇനിയും തൂക്കിയെടുക്കാം. ഇവിടെ ക്രെയിൻ തൂക്കിയെടുക്കുന്ന പോലെ. ഇവനെ പൊക്കണം. അത്രേ ഉള്ളൂ. ഇതെടുത്ത് എവിടെ കൊണ്ടുപോകാൻ? താഴെ വെള്ളത്തിലോട്ട് ഒഴുകിക്കളയാം.
പുതിയ ഒരെണ്ണം നമുക്ക് മേടിച്ച് വെക്കാം ഇടാൻ. കാരണം മറ്റേ നമ്മൾ എന്തോ ചെയ്യണം നമ്മുടെ എൻ്റെ പൊന്നെ മുത്തേ ഞാൻ വന്നിട്ടുണ്ടോ നിൻ്റെ കൂട്ടുകാരൻ, സ്വന്തം കൂട്ടുകാരൻ. 5 മിനിറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. ബൈ. സോ